പുടിൻ ഉക്രൈനിൽ ആക്രമണം നടത്തുന്നു. ഓക്കെ, നാറ്റോ രാജ്യങ്ങളിൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടോ? ജോ ബൈഡൻ പറഞ്ഞിരിക്കുന്നു, ഇപ്പോൾ ഉക്രൈൻ പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ റഷ്യ ഇനി നാറ്റോ രാജ്യങ്ങളിലും ആക്രമണം നടത്തുമെന്ന്. ഇതിന് എങ്ങനെയുള്ള മറുപടിയായിരിക്കും പുടിൻ കൊടുത്തിട്ടുണ്ടാവുക? റഷ്യയുടെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഉക്രൈൻ അവരുടെ കൗണ്ടർ ഒഫൻസീവ് സ്റ്റാർട്ട് ചെയ്യില്ലേ? കഴിഞ്ഞ വർഷവും ഇതേപോലെ ഒരു കൗണ്ടർ ഒഫൻസീവ് സ്റ്റാർട്ട് ചെയ്ത് 8 മാസം നീണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ കൗണ്ടർ ഒഫൻസീവ് സമയത്ത് നിരവധി സ്ഥലങ്ങൾ ഞങ്ങൾ പിടിച്ചെടുത്തുവെന്ന് ഉക്രൈനും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് നടക്കുന്നത് എന്ന് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമേരിക്കൻ കോൺഗ്രസ് സഭയിൽ നിരവധി പേർ ജോ ബൈഡനെതിരായി സംസാരിക്കാൻ ആരംഭിച്ചു. എപ്പോഴും ഉക്രൈനെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ പക്കൽ പണമില്ല, മതിയായ ആയുധമില്ല, ബോംബുകളുമില്ല, ഇതൊന്നും നമുക്കില്ല, പിന്നെ എങ്ങനെ ഉക്രൈനെ സഹായിക്കുമെന്ന് ജോ ബൈഡനോട് ചോദിക്കുന്നു. ഇതിന് ജോ ബൈഡൻ പറഞ്ഞ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, റഷ്യ ആദ്യം ഉക്രൈനെ ആക്രമിക്കും, അതിനുശേഷം നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കും. ഉക്രൈൻ ഒരു നാറ്റോ രാജ്യമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അല്ല. അപ്പൊ മറ്റേതോ നാറ്റോ രാജ്യത്തെ ആക്രമിക്കാൻ റഷ്യ കാത്തിരിക്കുകയാണ് എന്നാണ് ജോ ബൈഡൻ പറഞ്ഞത്. ഇത് പുടിന്റെ ചെവിയിലെത്തി. അദ്ദേഹം പറഞ്ഞത് നാറ്റോ രാജ്യം എന്ന് പറയുമ്പോൾ അത് ഫിൻലൻഡ് ആയിരിക്കുമോ? സോ പുടിൻ ഒരു വലിയ പ്രസ് മീറ്റ് നടത്തുന്നു. അതിൽ പറയുന്നുണ്ട്, ഫിൻലൻഡിൽ ആക്രമണം നടത്തുമെന്ന് ഞങ്ങൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പിന്നെ നാറ്റോ രാജ്യത്തിൽ അംഗമായാൽ അതിന്റെ കോൺസിക്വൻസസ് അനുഭവിക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്, അത് ഫിൻലൻഡിനും അറിയാം. പക്ഷെ റഷ്യ നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് പറയുന്നത് നോൺസെൻസ് ആണ്. ഇവിടെ ജോ ബൈഡന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, 1. റഷ്യക്കെതിരെ സംസാരിക്കണം, 2. ഉക്രൈന് ആവശ്യമായ സഹായങ്ങൾ മുടക്കില്ലാതെ പോകുകയും വേണം. ഇത് രണ്ടും ഒരേ സമയത്ത് ചെയ്യണം. അതിനുവേണ്ടി റഷ്യ നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കും, അല്ലെങ്കിൽ ഫിൻലൻഡിനെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കണം. സോ ജോ ബൈഡന്റെ ഈ ഒരു അഭിപ്രായത്തിന് പുടിൻ നോൺസെൻസ് എന്ന പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ പുടിൻ പറയുന്നത് 100% ശരിയാണ്. കാരണം നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കണമെങ്കിൽ എപ്പോഴേ ആക്രമിക്കാമായിരുന്നു. ഇവിടെ പുടിന്റെ ലക്ഷ്യം, റഷ്യയുടെ ലക്ഷ്യം മറ്റൊന്നാണ്. പുടിൻ പറഞ്ഞത് എന്താണ്? സെലൻസ്കി ഞങ്ങൾക്കെതിരെ, അതായത് റഷ്യക്കെതിരെ, റഷ്യൻ അതിർത്തിക്കെതിരെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചു. 2 രാജ്യങ്ങൾക്കും മധ്യേ എഗ്രിമെന്റ്സ് ഉണ്ടായിരുന്നു, പക്ഷേ അത് സെലൻസ്കി പാലിച്ചില്ല. ഈ ഒരു സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ മറ്റൊരു പ്രസിഡന്റ്, ഉക്രൈൻ പ്രസിഡന്റായി മറ്റാരെങ്കിലും വന്നാൽ പ്രശ്നമില്ല. ഇവിടെ ഉക്രൈൻ അല്ലെങ്കിൽ സെലൻസ്കി റഷ്യ പറഞ്ഞത് അല്ലെങ്കിൽ പുടിൻ പറഞ്ഞത് അംഗീകരിച്ചില്ല. ഇപ്പോൾ ഉക്രൈനിലാണെങ്കിൽ പ്രതിപക്ഷത്തെ അടിച്ചമർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ പ്രതിപക്ഷമില്ല. കാരണം എല്ലാവരും, പ്രതിപക്ഷ നേതാക്കളെല്ലാം ഹൗസ് അറസ്റ്റിലാണുള്ളത്. അവിടെ അഴിമതി താണ്ഡവമാടുന്നു എന്ന പ്രചരണം നടക്കുന്നുണ്ട്. യൂറോപ്പ് യൂണിയൻ പോലും അപലപനം ചെയ്യുന്നു. ഈ ഒരു സമയത്ത് ജോ ബൈഡൻ പറഞ്ഞതും വലിയൊരു സംസാര വിഷയമായി മാറി. പക്ഷേ അതിന് പുടിൻ എൻകാർഡ് കൊടുത്തു. കഴിഞ്ഞ ആഴ്ച സെലൻസ്കി വാഷിംഗ്ടൺ DC പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും എന്തെങ്കിലും ക്രിസ്മസ് ഗിഫ്റ്റായി ആയുധങ്ങൾ എന്തെങ്കിലും ലഭിക്കും, ഉക്രൈനിൽ വന്ന് അതൊരു സന്തോഷ വാർത്തയായി ഷെയർ ചെയ്യാമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സെലൻസ്കിക്ക് തിരിച്ചടിയാണ് ലഭിച്ചത്. ഒരാഴ്ച കാത്തിരുന്നിട്ടും സെലൻസ്കിക്ക് ആവശ്യമായ അനുകൂലമായ യാതൊരു തീരുമാനങ്ങളും ലഭിച്ചിട്ടില്ല. അമേരിക്കയ്ക്ക് ഇപ്പോൾ ഉക്രൈനെ സഹായിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ളത് കൊണ്ട് തന്നെ ജോ ബൈഡന്റെ സഹായം ഉക്രൈന് ലഭിച്ചില്ല. ഈ ഒരു ക്രിസ്മസ് ശൂന്യതയായി, വിന്റർ ക്രൂരമായിരിക്കും. ഫണ്ട് കുറഞ്ഞ് ഉക്രൈനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് കഴിഞ്ഞ അപ്ഡേറ്റിൽ നമ്മൾ കണ്ടതാണ്. അടുത്തതായി വന്ന ഒരു പ്രധാന അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ബ്ലാക്ക് സീയിലെ ധാന്യ കയറ്റുമതിയാണ്. വീണ്ടും ധാന്യ കയറ്റുമതി പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് റഷ്യൻ അഗ്രികൾച്ചർ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നു, ഇല്ല, അതിന് ഇനി യാതൊരു സാധ്യതയുമില്ല. കഴിഞ്ഞ തവണ 33 മില്യൺ ടൺ ഗ്രെയിൻ ഉക്രൈൻ പോർട്ടിൽ നിന്നും ജൂലൈ മാസം വരെ പോയിട്ടുണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ ധാന്യ കയറ്റുമതി ചെയ്യാനുള്ള യാതൊരു സാധ്യതയും ഉക്രൈൻ ഏർപ്പെടുത്തിയിട്ടില്ല. അതുമാത്രമല്ല, ഞങ്ങളുടെ അഭ്യർത്ഥനകൾ ഐക്യരാഷ്ട്രസഭയോ ഉക്രൈനോ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ധാന്യ കയറ്റുമതി സാധ്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായി വന്ന വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, യാർഡ്സ് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ.
ഈ യാർഡ്സ് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ റഷ്യ അവരുടെ റോക്കറ്റ് ഫോഴ്സിൽ ഉപയോഗിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ചില സിലോസുകളിൽ ഈ യാർഡ്സ് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. യാർഡ്സിന്റെ പുതിയ വേർഷൻ അവരുടെ സിലോസുകളിൽ കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവർ അത് വിക്ഷേപിക്കും. പക്ഷെ എന്ന്, എവിടെ, എപ്പോൾ എന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ അപ്ഡേറ്റ് വരും. ഉക്രൈനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഉക്രൈൻ ഇപ്പോൾ മൈൻസ് നിറഞ്ഞ ഭൂമിയായി മാറിയിരിക്കുകയാണ്. എപ്പോൾ ഇതെല്ലാം പുറത്തെടുക്കും? ബ്ലാക്ക് സീയിലാണെങ്കിൽ നിരവധി മൈൻസ് ഉണ്ടാകും. ഇതിനുവേണ്ടി 3 രാജ്യങ്ങൾ ഒന്നുചേരാൻ പോകുന്നു: തുർക്കി, റൊമേനിയ, ബൾഗേറിയ. ഈ 3 രാജ്യങ്ങളും കൂടി ചേർന്ന് ജനുവരി മാസം ഇതുമായി ബന്ധപ്പെട്ട ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്യാൻ പോകുന്നു. അവരുടെ എഗ്രിമെന്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മൈൻസ് ഫ്ലോട്ടിംഗ് ഇൻ ദ ബ്ലാക്ക് സീ വിൽ ബി ക്ലിയർഡ് എന്നതാണ്. എങ്ങനെ ഈ മൈൻസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പോകുന്നു? അതിനുവേണ്ടിയുള്ള കോസ്റ്റ് ആര് ബിയർ ചെയ്യും? അതുപോലെ എന്ത് ടെക്നോളജി ആയിരിക്കും ഈ മൈൻസ് നീക്കം ചെയ്യാനായി ഉപയോഗിക്കുന്നത് എന്നൊക്കെ ആ എഗ്രിമെന്റിൽ ഉണ്ടാകും. അതിനനുസരിച്ച് ഈ 3 രാജ്യങ്ങളും അടുത്തടുത്ത അപ്ഡേറ്റിൽ ഏർപ്പെടാൻ പോകുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. കാരണം ഫ്ലോട്ടിംഗ് മൈൻസ് എന്ന് പറയുമ്പോൾ കപ്പൽ തുഴഞ്ഞു വരുമ്പോൾ ദൈനംദിന ആവശ്യങ്ങൾക്കായുള്ള കപ്പൽ, കൊമേഴ്ഷ്യൽ ഷിപ്പ്, ഇതെല്ലാം ബാധിക്കും. പ്രത്യേകിച്ച് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് സീയിലെ വരുമാനത്തെ ഇത് സാരമായി ബാധിക്കും. സോ ഇപ്പോൾ ഈ ഒരു തീരുമാനം തുർക്കി എടുത്തിരിക്കുന്നു. കൂടെ 2 രാജ്യങ്ങളും അത് സമ്മതിച്ചിട്ടുമുണ്ട്. ശരിക്കും ഇതൊരു പോസിറ്റീവ് അപ്രോച്ച് തന്നെയാണ്. 17 ഡിസംബർ 2023 അവരുടെ സ്ട്രാറ്റജിക് മിസൈൽ ഫോഴ്സ് ഡേ എന്ന് പറയപ്പെടുന്നു. ഈ സ്ട്രാറ്റജിക് മിസൈൽ ഫോഴ്സ് എന്തുകൊണ്ട് റഷ്യയിൽ രൂപം കൊണ്ടു, ഈ സ്ട്രാറ്റജിക് മിസൈൽ ഫോഴ്സ് വെച്ച് എന്തൊക്കെ നന്മകൾ റഷ്യക്ക് ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ മറ്റൊരു അപ്ഡേറ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. അടുത്തത് 3 കോമ്പാറ്റ് എയർക്രാഫ്റ്റ് കൂടാതെ 91 ഡ്രോൺസ് റഷ്യയുടെ ആംഡ് ഫോഴ്സസ് ഡിസ്ട്രോയ് ചെയ്തു എന്ന് റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പുറത്തുവിട്ടു. യെസ്, ഇത് പുറത്തുവിട്ടത് റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ്. തീർച്ചയായിട്ടും അവരുടെ പക്കൽ എവിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും ആ ഒരു വിവരം അവർ പുറത്തുവിട്ടത്. കഴിഞ്ഞ ഒരു അപ്ഡേറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്കയുടെ സൈനിക ജനറൽ ഉക്രൈനിലേക്ക് പോകാൻ പോകുന്നു എന്ന്. ഇതിന് ഒരു ex-CIA, അദ്ദേഹത്തിന്റെ പേര് ലാരി ജോൺസൺ, അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിന്റെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം ഇന്റലിജന്റ് അല്ല അമേരിക്കൻ സൈനിക ജനറൽ. പ്രത്യേകിച്ച് ഉക്രൈന്റെ ഭൂപ്രദേശം മനസ്സിലാക്കാതെ ഏത് രീതിയിലുള്ള ഷോർട്ടേജ് ആണ് ഉക്രൈനിലുള്ളത്, സൈനികരുടെ ഷോർട്ടേജ് ആണോ, ആയുധങ്ങളുടെ ഷോർട്ടേജ് ആണോ, ഇതൊന്നും അറിയാതെ ഈ ജനറൽ എങ്ങനെ തീരുമാനമെടുക്കും? അതും അമേരിക്കയുടെ സൈനിക ജനറൽ എങ്ങനെ ഉക്രൈന് വേണ്ടി തീരുമാനമെടുക്കും? ദയവേത് അമേരിക്കൻ സൈനിക ജനറലിനെ അയക്കുന്നതിന് പകരം ആംഡ് ഫോഴ്സസ് അയക്കുക എന്ന് ex-CIA പറഞ്ഞിരിക്കുന്നു. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ അപ്ഡേറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലുള്ള പുരുഷന്മാരെയും, ഓരോ വീടുകൾ തോറും സൈനികർ കടന്ന് വീട്ടിലുള്ള പുരുഷന്മാരെയും മുതിർന്നവരെയും ഉക്രൈൻ ആർമിയിൽ ചേർക്കാൻ വേണ്ടി നിയമം വരാൻ പോകുന്നു എന്ന്. ഇപ്പോൾ ഉക്രൈൻ ആർമിയിൽ സ്ത്രീകളെയും ഉൾപ്പെടുത്താൻ പോകുന്നു എന്ന് പറയുന്നു. കുട്ടികൾക്ക് കൃത്യമായ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളും ഉക്രൈൻ ആർമിയിൽ പങ്കുചേരണം. ഇതിനുള്ള നിയമം വളരെ പെട്ടെന്ന് തന്നെ ഉക്രൈൻ അറിയിക്കുമെന്ന ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. അടുത്ത ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, റഷ്യയുടെ വളരെ കൃത്യമായി ടാർഗറ്റ് നശിപ്പിക്കുന്ന ഒരു മിസൈൽ, 500 കിലോഗ്രാം മുതൽ 3 ടൺ വെയിറ്റ് ഉള്ള മിസൈൽസ് ഒക്കെ റഷ്യ തയ്യാറായി വെച്ചിരിക്കുന്നു. അത് ഞങ്ങൾക്കെതിരെ വിക്ഷേപിച്ചാൽ തീർച്ചയായും വളരെ വലിയ ബാധിപ്പുകൾ ഞങ്ങളുടെ രാജ്യത്തുണ്ടാകും. അതിനെ തടയാനോ പ്രതിരോധിക്കാനോ ഞങ്ങളുടെ പക്കൽ യാതൊരു പദ്ധതിയും ഇല്ല എന്ന് ഉക്രൈൻ ഓപ്പണായി പറയാൻ ആരംഭിച്ചു. സോ റഷ്യയുടെ ആക്രമണം വളരെ ക്രൂരമായിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഉക്രൈൻ സൈനികർ പറഞ്ഞാലും സെലൻസ്കി അത് സമ്മതിക്കുന്നില്ല എന്നതാണ് ഇവിടെ പ്രശ്നം. ഇനിയും അപ്ഡേറ്റുകൾ നിരവധിയുണ്ട്. ഇതറിയാനായി നിങ്ങൾ ചെയ്യേണ്ടത് വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.